Dear friends, I am M.A. Rashid, consultant psychologist. ഇന്ന് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധാപൂർണത. നമ്മുടെ എന്താണ് മൈൻഡ്ഫുൾനെസ്? മൈൻഡ്ഫുൾനെസ് ഈസ് ബീയിങ് പ്രസന്റ് ഇൻ ദ മൊമെന്റ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. It is paying attention to your thoughts, feelings, sensations with curiosity and openness. നമ്മുടെ നിക്ഷിപ്തമായിരിക്കുന്ന നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ, വികാരങ്ങൾ, സംവേദനങ്ങൾ ഇവയൊക്കെ വളരെയധികം മുൻവിധികളില്ലാതെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ്സിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ പാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് നടക്കുകയോ ഇല്ലയോ എന്നുള്ള ചിന്തകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്ത വരാം. പക്ഷേ നമ്മളിതോ പാസ്റ്റും ഫ്യൂച്ചറൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന ഇപ്പോഴത്തെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ, ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്ക് നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ സാധിക്കുന്നവരാണ് ശ്രദ്ധാപൂർണതയുള്ളവരെന്ന് പറയുന്നത്. അത്തരം ആളുകൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാകുക. സ്ട്രെസ് കുറഞ്ഞു, അതുപോലെ ഇൻട്രസ്റ്റ് ഫോക്കസ് കൂടുതലുണ്ടാകും, അതുപോലെ വെൽബീയിങ് ഉണ്ടായിരിക്കും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസമോ അല്ലെങ്കിൽ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് സാധിച്ചു കൊള്ളാമെന്നില്ല. എന്നാലും നമുക്ക് പരമാവധി നമ്മൾ മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഹൗ ടു പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്? എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തിലുള്ള ചിന്തകൾ ചിന്തിച്ചുകൊണ്ട് അത് നഷ്ടപ്പോയതിനെ കുറിച്ച് ചിന്തിക്കാതെ, വരാനുള്ളതിനെ കുറിച്ചും കൂടുതൽ പ്രയാസപ്പെടാതെ, ആകുലതകളിൽ ആങ്ഷ്യസ് ആകാതെ നമ്മൾ ഇപ്പോഴുള്ള ഈ മൈൻഡ്ഫുൾനെസ്, ഇന്ന് എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്നുണ്ട്, എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയൊക്കെ സാധിക്കുന്നുണ്ട്, എന്നെക്കാളും പ്രയാസമുള്ള എത്ര ആളുകളുണ്ട് എന്നുള്ള ചിന്തയാണ് നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്നു എന്നുള്ള ഉദാഹരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ശ്രദ്ധ, നമ്മൾ ഒരു പ്രത്യേക മൈൻഡിലേക്ക് നിന്നുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക. ഈ സമയത്ത് പല ചിന്തകൾ കടന്നു വരും. പക്ഷേ ആ ചിന്തകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ചിന്തകൾ നമ്മുടെ ഈ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതിൽ തടസ്സപ്പെടുത്തുമെന്നുള്ള ആ ഓർമ്മകൾ നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശബ്ദങ്ങൾ, നമ്മുടെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പല ശ്രദ്ധകളും സൗണ്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മളെ ബോഡി സ്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ശരീരത്തിൻ്റെ നമ്മുടെ കാൽപാദം മുതൽ ഇങ്ങനെ മുകളിലോട്ട് വന്നിട്ട് നമ്മുടെ തലയിൽ, മൂർധാവിൽ, കണ്ണ്, എല്ലാ ഭാഗങ്ങളും സ്ട്രെസ് ഉള്ള ഭാഗങ്ങൾ റിലാക്സ് ചെയ്തുകൊണ്ട് അതൊക്കെ മൈൻഡിലൂടെ കടന്നു വന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മൈൻഡ്ഫുൾനെസ് ഉള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമുക്കറിയാം, ഫാദർ ഓഫ് മോഡേൺ മൈൻഡ്ഫുൾനെസ് എന്ന് അറിയപ്പെടുന്ന ആളാണ് നമ്മുടെ ജോൺ കാബാറ്റ്സിൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, യു കാൻ സ്റ്റോപ്പ് വേവ്സ് ബട്ട് യു ക്യാൻ ലേൺ സ്വിമ്മിങ്. നിങ്ങൾക്ക് തിരമാലകൾ നിർത്താൻ സാധ്യമല്ല, പക്ഷെ നിങ്ങൾക്ക് നീന്തൽ പഠിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയും. അതാണ് നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നുകൊണ്ടിരിക്കും. പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിലുള്ള നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരു കേന്ദ്രീകരിച്ച് ഒരു ശ്രദ്ധാപൂർണതയിൽ മൈൻഡ്ഫുൾനെസ്സിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല വിജയം ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ മൈൻഡ്ഫുൾനെസ് നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകും. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും നമ്മൾ മൈൻഡ്ഫുള്ളായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.